أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن المساجد لله فلا تدعوا مع الله أحدا وأنه لما قام عبد الله يدعوه كادوا يكونون عليه لبدا قل إنما أدعو ربي ولا أشرك به أحدا قل إني لا أملك لكم ضرا ولا رشدا قل إني لن يجيرني من الله أحد ولن أجد من دونه ملتحدا صدق الله العظيم. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ജിന്നിലെ 18 മുതൽ 22 കൂടി ആയത്തുകളാണ് ഓതി വെച്ചത്. അർത്ഥം ശ്രദ്ധിച്ചു നോക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅന്നൽ മസാജിദ ലില്ലാഹ്, തീർച്ചയായും പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്. ഫലാ തദ്ഉ, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കരുത്. മഅല്ലാഹി, അള്ളാഹുവിൻ്റെ കൂടെ, അഹദ, ഒരാളോട്, ഒരാളെ നിങ്ങൾ പങ്കു ചേർത്തുകൊണ്ട്, അള്ളാഹുവിൽ പങ്കു ചേർത്തുകൊണ്ട് പ്രാർത്ഥിക്കരുത്. വഅന്നഹു, തീർച്ചയായും ലമ്മാ ഖാമ അബ്ദുല്ലാഹി, അള്ളാഹുവിൻ്റെ അടിമ, ഒരു ദാസൻ നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നപ്പോൾ, അല്ലെങ്കിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നപ്പോൾ, യദ്ഉഹു, അവനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേറ്റ സന്ദർഭത്തിൽ, കാതു യകൂനൂന അലൈഹി, അവർ അദ്ദേഹത്തിനെതിരെ ആയിത്തീർന്നു, ലിബദ, ചാടാൻ വേണ്ടി ഒരുമ്പെട്ടവർ. അഥവാ അള്ളാഹുവിൻ്റെ അടിമ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അള്ളാഹുവിനെ നമസ്കരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചാടാൻ ഒരുമ്പെടുകയുണ്ടായി. കൊൽ, നബിയെ താങ്കൾ പറയുക, ഇന്നമാ അദഉ റബ്ബി, തീർച്ചയായും ഞാൻ അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. വലാ ഉശ്രിക്കു, ഞാൻ ശിർക്ക് കാണിക്കുകയില്ല, പങ്കു ചേർക്കുകയില്ല, ബിഹി, അവനിൽ, അഹദ, ആരെയും. ഞാൻ അള്ളാഹുവോട് മാത്രമാണ് പ്രാർത്ഥിക്കുന്നതെന്നും അവനിൽ ഞാൻ ആരെയും പങ്കു ചേർക്കില്ല എന്നും നബിയെ താങ്കൾ പറയുക. കൊൽ, നബിയെ താങ്കൾ പറയുക, ഇന്നി ലാ അംലികു ലക്കും, തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് ഉടമപ്പെടുത്തില്ല, അഥവാ എനിക്ക് കഴിവില്ല, ലക്കും, നിങ്ങൾക്ക്, ലറൻ, വല്ല ഉപദ്രവം വരുത്താനോ, വല്ല റഷദ, സന്മാർഗത്തിൽ നിങ്ങളെ ആക്കുവാനോ. നബിയെ താങ്കൾ പറയുക, ഇന്നി ലാ അംലികു ലക്കും ലറൻ വലാ നഫ്അ, നിങ്ങൾക്ക് വല്ല ഉപകാരം വരുത്തുവാനോ, അതല്ല നിങ്ങൾക്ക് വല്ല ഉപദ്രവം വരുത്തുവാനോ, അതല്ല നിങ്ങൾക്ക് വല്ല ഉപകാരവും വരുത്തുവാനോ, അഥവാ നിങ്ങളെ സന്മാർഗത്തിലാക്കുവാനോ എനിക്ക് കഴിവില്ല. കൊൽ, നബിയെ താങ്കൾ പറയുക, ഇന്നി ലൻ യുജീറനി മിനല്ലാഹി അഹദൻ, എന്നെ അള്ളാഹുവിൽ നിന്ന് ആരും രക്ഷിക്കുകയില്ല. കൊൽ, നബിയെ താങ്കൾ പറയുക, ഇന്നി ലൻ യുജീറനി മിനല്ലാഹി അഹദ, അള്ളാഹുവിൽ നിന്ന് എന്നെ ആരും രക്ഷപ്പെടുത്തുകയില്ല. വലൻ അജിദ മിൻ ദൂനിഹി മുൽതഹദ, അള്ളാഹു അല്ലാതെ ഒരഭയസ്ഥാനം ഞാൻ കാണുന്നുമില്ല. വലൻ അജിദ, എനിക്ക് കാണാൻ പറ്റുന്നില്ല, മിൻ ദൂനിഹി, അള്ളാഹുവിനെ കൂടാതെ, മുൽതഹദ, ഒരു അഭയസ്ഥാനം. അപ്പോൾ അള്ളാഹു മാത്രമേ അഭയസ്ഥാനമായിട്ടുള്ളൂ. ഇവിടെ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത്, അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടി പണിതിട്ടുള്ള എല്ലാ മന്ദിരങ്ങളും ഈ പള്ളി എന്ന വിശേഷണത്തിൽ പെടുന്നു. എല്ലാ ഭൂവിഭാഗങ്ങളുമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും ചിലർ പരാമർശിച്ചിട്ടുണ്ട്. ഭൂമി മുഴുവൻ എനിക്ക് പള്ളിയാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വയനാൽ മസാജിദിലില്ല എന്ന് പറഞ്ഞാൽ പള്ളി അള്ളാഹുവിനുള്ളതാണെന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലവും പള്ളിയാണ്. അപ്പോൾ എല്ലാ സ്ഥലവും അള്ളാഹുവിനുള്ളതാണ്.
വലാത്തതോ ബിന്ദു മിനല്ലാഹി അഹദ, നിങ്ങൾ അള്ളാഹിനെ കൂടാതെ വേറെ ആരോടും പ്രാർത്ഥിക്കരുത്. അള്ളാഹു അല്ലാതെ വേറെ ആരും ഉത്തരം നൽകാനില്ല, അതുകൊണ്ട് മറ്റാരെയും പ്രാർത്ഥിക്കരുത്. വന്നഹു ലമ്മ കാമ അബ്ദുള്ള, അള്ളാഹുവിൻ്റെ അടിമ എഴുന്നേറ്റ് നിന്നപ്പോൾ. ഇത് ഉക്കാദ് ചന്തയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ഖുർആൻ പാരായണം നടത്തി തുടങ്ങിയപ്പോൾ ജിന്നുകൾ ഒന്നായിട്ട് അദ്ദേഹത്തെ കേൾക്കാൻ വേണ്ടിയിട്ട് സന്നിഹിതരായിരുന്നു. അവർ തിക്കും തിരക്കും കാണിച്ചതിനെ സംബന്ധിച്ചാണ് പറയുന്നതെന്നും അഭിപ്രായമുണ്ട്. വന്നാലമ്മ കാമ അബ്ദുല്ലാഹി യദ്ഉ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി അടിമ എഴുന്നേറ്റ് നിന്നപ്പോൾ കാതു യക്കൂനൂന അലൈഹി ലിബദ, ആ ആളുകളൊന്നായിട്ട് അല്ലെങ്കിൽ അവരൊന്നായിട്ട് അദ്ദേഹത്തിൻ്റെ നേർക്ക് ചാടാൻ വേണ്ടിയിട്ട് ഒരുമ്പെട്ടു. ഈ ആളുകൾ എന്ന് പറയുമ്പോൾ അത് ഈ പറഞ്ഞ ജിന്നുകളാണ് എന്ന് വരാം, അതല്ല മുശ്രിക്കുകളെ ഉദ്ദേശിച്ചാണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. വിഗ്രഹാരാധകരുടെ വിരുദ്ധമായി പ്രവാചകൻ പ്രാർത്ഥിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ രീതി അവരെ പ്രകോപിക്കുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ മേൽ ചാടി വീഴാൻ വേണ്ടി അവർ തയ്യാറായി എന്നും പറഞ്ഞ ആൾക്കാരുണ്ട്. അതല്ല അള്ളാഹുവിൻ്റെ ദാസൻ പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ ജിന്നുകളും മനുഷ്യരും ഉൾപ്പെടെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ നേർക്ക് ചാടിപ്പുറപ്പെടുകയും ദിവ്യപ്രകാശത്തെ ഊതിക്കെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ അള്ളാഹു അവർക്കെതിരെ അദ്ദേഹത്തെ സഹായിച്ചു എന്ന വീക്ഷണം പറഞ്ഞ ആളുകളുണ്ട്. കൊൽ നബിയെ താങ്കൾ പറയുക, ഇന്നമാദോ റബ്ബി, ഞാൻ അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. വലാ ഉശ്രിക് ബി റബ്ബിയ ബിഹി അഹദ, ഞങ്ങൾ അവനിൽ ആരെയും പങ്കു ചേർക്കുന്നില്ല. അപ്പം ഇത് സ്വാഭാവികമായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പങ്കു ചേർക്കരുത് എന്നതിൻ്റെ മറ്റൊരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞതിൻ്റെ ഒരു ആവർത്തനമാണ്. കൊൽ നബിയെ താങ്കൾ പറയുക, ഇന്നീല അംലിക്കുലക്കും ലറം വലാ നഫ, നിങ്ങൾക്കൊരു ഉപദ്രവം വരുത്താൻ എനിക്ക് കഴിയില്ല, അതേപോലെ തന്നെ നിങ്ങളെ സന്മാർഗത്തിലേക്ക് ആക്കാനും എനിക്ക് കഴിയില്ല. മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ട് ഇന്നക്കലൻ തഹദീമൻ അഹബബ്ത, നീ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ നേർമാർഗത്തിലാക്കാൻ നിനക്ക് കഴിയില്ല. അബൂ താലിബിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്ത സമയത്ത് അദ്ദേഹത്തിന് അത് ചൊല്ലാൻ പറ്റിയിട്ടില്ല. കാരണം അള്ളാഹു അദ്ദേഹത്തിന് ഹിദായത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഹിദായത്ത് നേർമാർഗം എന്നൊക്കെ പറഞ്ഞാൽ അത് അള്ളാഹു നൽകുന്നതാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുകയുള്ളൂ, നമ്മൾ വിചാരിച്ച ആൾക്കാർക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല. പക്ഷേ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കണം, നമ്മളെ ദീനിലേക്ക് വിളിക്കണം, അത് നമ്മുടെ ഉത്തരവാദിത്തം. കൊൽ നബിയെ താങ്കൾ പറയുക, ഇനി ലൻ യുജീറനി മിൻ അല്ലാഹി അഹദൻ, എന്നെ അള്ളാഹുവിൽ നിന്ന് ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയില്ല. അതുപോലെ തന്നെ വലൻ അജിദ മിൻ ദൂനിഹി മുൽത്തഹദ, അള്ളാഹു അല്ലാത്തൊരു അഭയസ്ഥാനം ഞാൻ കാണുന്നുമില്ല. അത് സത്യനിഷേധികളെ ആൾക്കാർ, പ്രത്യേകിച്ച് മുശ്രിക്കുകൾ മക്കത്തുനിന്ന് പറയാറുണ്ടായിരുന്നു, നിൻ്റെ മതം നീ ഉപേക്ഷിച്ചാൽ നിന്നെ ഞങ്ങൾ രക്ഷിക്കുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു രക്ഷ അള്ളാഹുവിനെ ഉപേക്ഷിച്ചുകൊണ്ട് ചെന്നിട്ട് ഒരു അഭയം എനിക്കാവശ്യമില്ല എന്ന് തന്നെയാണ് അതിൽ പറയുന്നത്. മുൽത്തഹദ് എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള മാളം എന്നും അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഒരു മാളത്തിലും പോയിട്ട് എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നർത്ഥം. അള്ളാഹിൻ്റെ കൽപ്പനകളും സന്ദേശങ്ങളും എത്തിച്ചു തരിക മാത്രമാണ് എൻ്റെ പണി എന്നാണ് അതിൽ പറയുന്നത്. മറ്റുള്ള സംഗതികളൊന്നും ഇല്ല എന്നർത്ഥം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞകൾ അനുസരിച്ചുകൊണ്ട് സ്വർഗം ലഭിക്കുന്നത് വരെ പണിയെടുത്ത് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.